നമ്മൾ റിയൽ ലൈഫിൽ ഷോപ്പിംഗ് സൈറ്റുകൾ യൂസ് ചെയ്യാറുണ്ടല്ലേ? എസ്പെഷ്യലി അവർക്ക് ഈ ഒരു ബിഗ് ഡേ സെയിലൊക്കെ വരുന്ന സമയത്ത് മില്യൺസ് ആയിരിക്കും അവരുടെ യൂസേഴ്സ് വരുന്നത്. ആ ഒരു സമയത്ത് ക്രാഷ് ഒന്നും ഇല്ലാതെ അവരെങ്ങനെയായിരിക്കും ഈ ഒരു ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ കൂൾ ടെക്നോളജി ക്യൂബർനെറ്റീസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ക്യൂബർനെറ്റീസ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിന്റെ എക്സാമ്പിൾ എടുക്കാം. അവിടെ നമുക്ക് ഡിഫറെന്റ് പാർട്സ് ഉണ്ടല്ലേ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സൈറ്റ് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സിനെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാറ്റലോഗ് ഉണ്ട്. അതുപോലെ തന്നെ ഓർഡേഴ്സിനെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് കാർട്ട് ഉണ്ട്. പിന്നെ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പേയ്മെന്റ് ഗേറ്റ്വേസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻസ്, നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഷോപ്പിംഗ് സൈറ്റ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയാ, വേർഷൻസിന്റെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും ഒന്നും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓരോ പാർട്ടിനെയും നമ്മൾ ഓരോ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ കണ്ടെയ്നർ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡോക്കറിന്റെ പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ കൺസിസ്റ്റന്റ് ആയി സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു വെബ്സൈറ്റിന്റെ ഒരു സ്പെസിഫിക് പാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ കോഡ്, ടൂൾസ്, സെറ്റിംഗ്സ്, കോൺഫിഗറേഷൻസ് അതിനെ റൺ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് ആണ് ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും, ഞാൻ ഈ പറഞ്ഞ പോലെ ടൂൾസ് യൂസ് ചെയ്തിട്ട്, ഇപ്പൊ ഡോക്കർ ആണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യും. ഇപ്പൊ ഈ കണ്ടെയ്നറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അത് നമ്മൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ സിസ്റ്റത്തിലും ടെസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിലും എവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഇമേജിൽ നിന്ന് ഒരു കണ്ടെയ്നറൈസേഷൻ പ്രോസസ് ത്രൂ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയും നമുക്ക് വർക്ക് ചെയ്യാം. അത് അതിന്റെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്തോളും. നമ്മൾ എങ്ങനെ ഈ ഒരു കണ്ടെയ്നറിനെ മാനേജ് ചെയ്യും? അപ്പൊ നിങ്ങൾ പറയാൻ പോകുന്ന ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡോക്കർ കമ്പോസ് ആയിരിക്കും അല്ലേ? അവിടെ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഡോക്കർ കമ്പോസ് യൂസ് ചെയ്യാം. പക്ഷെ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ക്യൂബർനെറ്റീസ് വന്നത്. അതായത് ഇപ്പൊ സഡൻലി നമ്മുടെ ഒരു ഓൺലൈൻ സൈറ്റിൽ ഒരു പോപ്പുലർ ആയി ഒരു ബിഗ് സെയിൽ, അല്ലെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ സൈറ്റിനെ അട്രാക്ട് ചെയ്ത് വരുവാന്ന് വിചാരിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ഈ ഒരു പേയ്മെന്റ് ഓർഡർ സർവീസസ് ഒന്നും ഇത്രയും കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനഫ് ആയിട്ടൊന്നും വരില്ല. ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഓർഡർ കണ്ടെയ്നറിനെ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സപ്പോസ് ഇപ്പൊ പേയ്മെന്റ് സർവീസ് ക്രാഷ് ആയി എന്ന് വിചാരിച്ചു, നമ്മൾ മാനുവലി അതിനെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. വൺസ് ഈ ഒരു സെയിൽ എൻഡ് ആയി നോർമൽ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ എക്സ്ട്രാ കണ്ടെയ്നേഴ്സിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് അവിടെ റിസോഴ്സ് വേസ്റ്റേജ് വരൂലേ? ഈ ഒരു കേസസ് എല്ലാം നമ്മൾ മാനുവലി ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡൗൺ ടൈമിന്റെ കേസൊക്കെ വരുന്നത്. ഇപ്പൊ ഡൗൺ ടൈം ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ വരും. അപ്പൊ എൻഡ് ഓഫ് ദി ഡേ എന്ത് സംഭവിക്കും? നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിന് മേ ബി ലോസ് ആവും, നമ്മുടെ റവന്യൂവിനെയും അത് അഫക്ട് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പ്രോബ്ലത്തിന് നിങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ക്യൂബർനെറ്റീസ്. ഈ ഒരു ടൂള് ഒരു കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ആണ്. അതായത് നമ്മൾ റിയൽ ലൈഫിൽ ഓർക്കസ്ട്ര കണ്ടിട്ടുണ്ടാവില്ലേ, അതിന്റെ ഒരു കണ്ടക്ടർ ആണ് ഈ ഒരു ക്യൂബർനെറ്റീസ് എന്ന് വിചാരിച്ചോ. അവിടെ മ്യൂസീഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ കണ്ടെയ്നേഴ്സിനെയാണ് മാനേജ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ക്യൂബർനെറ്റീസ് ഇത്രയും പോപ്പുലർ ആയത്? അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ബേസിക് ആയിട്ട് 4 കേസസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് സ്കെയിലബിലിറ്റി ആണ്. അതായത് നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു ഇ-കൊമേഴ്സ് സൈറ്റിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് അത് സ്കെയിലപ്പ് ആവാനും ഡൗൺ ആവാനും, അതായത് നമ്മുടെ നമ്പർ ഓഫ് കണ്ടെയ്നേഴ്സിനെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും നമ്മുടെ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് ഇതിന് ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തോളും. അതായത് ഒരു ബിഗ് സെയിൽ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓർഡർ പ്രോസസ്സിംഗ് കണ്ടെയ്നേഴ്സിനൊക്കെ റിക്വയർമെന്റ് കൂടുതലാണ്. അതിനെ സ്പിൻ അപ്പ് ചെയ്യും. വൺസ് ഈ ഒരു പ്രോസസ്സ് കാം ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നോർമൽ ഒരു സ്റ്റേബിൾ സെയിലിലേക്ക് വരുന്ന സമയത്ത് ഒരു റിസോഴ്സസ് വേസ്റ്റേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, റിസോഴ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു സ്കെയിൽ ഡൗൺ ചെയ്യും. അതായത് ബാക്ക് അതിന്റെ എത്ര നോർമൽ കണ്ടെയ്നർ കൗണ്ടിലേക്ക് അത് തിരിച്ചു വരും. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹൈ അവൈലബിലിറ്റി ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ കേസ് ഒരു കണ്ടെയ്നർ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്കർ കമ്പോസിന്റെ ഒക്കെ കേസിൽ നമ്മൾ മാനുവലി റീസ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ക്യൂബർനെറ്റീസ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇഷ്യൂ ഡിറ്റക്ട് ചെയ്തിട്ട് ഒരു പുതിയ പ്ലേസ് ഫൈൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോളും. നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കസ്റ്റമറിനെ ഒരു പ്രോസസ്സ് അവരുടെ ഷോപ്പിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനിടയിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫീച്ചർ ഹെൽപ്പ് ചെയ്യും.
ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഓട്ടോമേഷൻ ആണ്. അതായത് നമ്മുടെ മാനുവൽ ഇന്റർവെൻഷൻസ് ഇല്ലാതെ ഡിപ്ലോയ്മെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ കണ്ടെയ്നേഴ്സിന്റെ സ്കെയിലിംഗ് ആണെങ്കിലും മാനേജിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഡിമാൻഡ് ഡൗൺ ആവുന്നതിനനുസരിച്ചിട്ട് റിസോഴ്സ് ഫ്രീ അപ്പ് ആണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ഓട്ടോമേറ്റഡ് ആണ്. നമ്മളൊന്നും മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈനലി റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെ. അതായത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റിസോഴ്സസ്, അതായത് CPU ആണെങ്കിലും മെമ്മറി ആണെങ്കിലും നമ്മുടെ കണ്ടെയ്നേഴ്സിന് വേണ്ടിയിട്ടുള്ളത് എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്തോളും. അപ്പൊ ഇതൊക്കെയാണ് ക്യൂബർനെറ്റിസ് ഇത്രയും പോപ്പുലർ ആകാനുള്ള മെയിൻ ഫീച്ചേഴ്സ്. ഫൈനലി നമുക്ക് ഈ ഒരു ക്യൂബർനെറ്റിന്റെ ബേസിക് ആർക്കിടെക്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെയിൻ ആയിട്ട് രണ്ട് പാർട്ട് ഉണ്ട്. അതിന്റെ ബ്രെയിൻ കൺട്രോൾ പ്ലെയിനും പിന്നെ വർക്കർ നോഡ്സും. അതിൽ കൺട്രോൾ പ്ലെയിൻ എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ക്യൂബർനെറ്റിന്റെ സെൻട്രൽ ബ്രെയിൻ ആണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ്സിന്റെ മാനേജ്മെന്റ് നടക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ എത്ര റെപ്ലിക്കാസ് ഉണ്ട്, എത്ര ഇമേജസ് ഉണ്ട്, കറന്റ്ലി റണ്ണിങ് സർവീസസ് ഒക്കെ ഇതിന്റെ പോർഷൻ ആണ്. ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് API സെർവർ ആണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ക്രിയേറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റിസീവ് ചെയ്യുന്നത് ഈ ഒരു സെർവർ ആയിരിക്കും. ഓരോ റെസ്റ്റ് റിക്വസ്റ്റും റിസീവ് ചെയ്ത് പ്രോസസ് ചെയ്ത് ഫൈനലി അതിന്റെ റെലവന്റ് കോമ്പോണൻസിലേക്ക് ഇപ്പോൾ ഷെഡ്യൂളറിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യുന്നത് ഈ ഒരു API സെർവർ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഫ്രണ്ട് എൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു API സെർവർ ആയിരിക്കും. ഇനി രണ്ടാമത്തത് കീ വാല്യൂ സ്റ്റോർ ETCD ആണ്. ഇവിടെ നമ്മുടെ ഈ ഒരു ക്യൂബർനെറ്റ് ക്ലസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്ഫുൾ ഡാറ്റാസ്, ഇപ്പോൾ പോഡ്സ്, ഡിപ്ലോയ്മെന്റ്സ്, നോഡ്സ്, കോൺഫിഗറേഷൻ മാറ്റേഴ്സ് ഒക്കെ കീ വാല്യൂ സ്റ്റോർ പെയർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ETCOഡിലാണ്. ഇതൊരു ഒരു നോട്ട്ബുക്ക് പോലെ കൺസിഡർ ചെയ്താൽ മതി. ഇനി മൂന്നാമത്തത് ഷെഡ്യൂളർ ആണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ഷെഡ്യൂളേഴ്സ് പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെ നോഡിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, അല്ലാതെ പോഡ്സിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതുപോലെ തന്നെ നോഡ്സിലൊക്കെ ഒരു സർട്ടൻ ക്രൈറ്റീരിയസിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം റിസോഴ്സ് അവൈലബിലിറ്റിനെയും അതുപോലെ തന്നെ നോഡ് അഫിനിറ്റിനെയും ടെയിൻസിനെയും ടോളറേഷൻസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് ബെസ്റ്റ് നോഡിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു പോഡ്സിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് നോഡിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ്പോണന്റ് ആണിത്. ഫൈനലി കൺട്രോളേഴ്സ് ആണ്. അതായത് നമ്മുടെ ETCD ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡിസേർട്ട് സ്റ്റേറ്റിനെയും നമ്മുടെ കറന്റ് സ്റ്റേറ്റിനെയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഈ കൺട്രോളേഴ്സ് അവിടെ ഒരു റീകൺസിലേഷൻ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോഡ് ഹെൽത്തിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോഡ് കൺട്രോളേഴ്സ് ഉണ്ട്, എൻ പോയിന്റ് ഒബ്ജക്ട്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ പോയിന്റ് കൺട്രോളേഴ്സ് ഉണ്ട്, പിന്നെ ജോബ് കൺട്രോളേഴ്സ് ഉണ്ട്, റെപ്ലിക്കേഷൻ കൺട്രോളേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ കൺട്രോളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ നെയിം സ്പേസ് കൺട്രോളർ ഒക്കെ പോലെ. പിന്നെ നമ്മൾ നോഡ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആക്ച്വൽ വർക്ക് മെഷീൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സെർവേഴ്സ് എന്ന് പറയാം. നമ്മുടെ ആക്ച്വൽ വർക്ക് സ്ലോട്ട്സ് റൺ ചെയ്യുന്നത് ഇതിലായിരിക്കും. ഓരോ നോഡിലും അതിന്റെ സബ് കോമ്പോണൻസ് ഉണ്ട്. അതായത് ക്യൂബ്ലെറ്റ് ഉണ്ട്, ക്യൂബ് പ്രോക്സി ഉണ്ട്, കണ്ടെയ്നർ റൺ ടൈം ഉണ്ട്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഞാൻ പ്രീവിയസ് വീഡിയോ ഡോക്കർ ചെയ്ത പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ റിയാക്ട് പ്രൊജക്ടിന്റെ ബേസ് ചെയ്തിട്ട് ഇത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഇതിന്റെ ബേസിക് ആർക്കിടെക്ചർ മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾക്ക് ക്യൂബർനെറ്റ് എന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ബേസിക് ആർക്കിടെക്ചർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇ-കൊമേഴ്സ് സൈറ്റിന്റെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് പേജ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യൂബർനെറ്റ് ഫസ്റ്റ് എൻഷുർ ചെയ്യും ആ ഒരു പ്രോഡക്റ്റ് കാറ്റലോഗ് ഒരു സ്പെസിഫിക് കണ്ടെയ്നറിൽ റൺ ചെയ്യുന്നുണ്ട്, അതിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന നോഡിൽ റൺ ചെയ്യുന്നുണ്ടെന്ന്. നെക്സ്റ്റ് ക്യൂപ്രോക്സ് എന്ത് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാഫിക്കിനെ അവൈലബിൾ ആയിരിക്കുന്ന കാറ്റലോഗ് കണ്ടെയ്നേഴ്സ് റൺ ചെയ്യുന്ന നോഡ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഫൈനലി ക്യൂപ്രോക്സ് ഈ ഒരു ഇൻകമിംഗ് ട്രാഫിക്കിനെ എല്ലാ പ്രോഡക്റ്റ് കാറ്റലോഗ് കണ്ടെയ്നേഴ്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഏതെങ്കിലും ഒരു കണ്ടെയ്നറിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഈ ഒരു കൺട്രോൾ മാനേജർ ഇത് നോട്ടീസ് ചെയ്ത് അതിന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യും. അപ്പൊ ഈ ഒരു ക്യൂബർനെറ്റീസിന്റെ ബേസിക് വർക്കിംഗ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത ഇത്രയും കാര്യങ്ങളാണ്. ഈസി അല്ലേ? ഫൈനലി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ഓരോ ദിവസവും ഓരോ ടൂളും കണ്ടു വരുമല്ലോ, ഇതേ കാര്യം തന്നെയല്ലേ നിങ്ങൾ ഡോക്കർ കമ്പോസ്റ്റിലും പറഞ്ഞത്? അവിടെ നമ്മൾ മൾട്ടി കണ്ടെയ്നേഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ഡോക്കർ കമ്പോസ് യൂസ് ചെയ്യുന്നതെന്ന്. ഓഫ് കോഴ്സ് അത് രണ്ടിനും സെയിം പർപ്പസ് ആണ്, പക്ഷെ അതിന്റെ കോൺഫിഗറേഷൻസിലാണ് ഡിഫറൻസ്, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിലാണ് ഡിഫറൻസ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നമുക്ക് ഡോക്കർ കമ്പോസ് എടുക്കാം. അവിടെ ഒരു സ്മോൾ സ്കെയിൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ മെഷീനിൽ നമ്മുടെ മൾട്ടി കണ്ടെയ്നേഴ്സിന് അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും, ഒരു പ്രശ്നവും. നമുക്ക് അതിന്റെ സർവീസ് ഫയൽ ഡോക്കർ കമ്പോസ് യാമൽ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ കണ്ടെയ്നേഴ്സിനും കൂടെ കമ്പൈൻ ചെയ്യാം. ഈ ഒരു നെറ്റ്വർക്കിംഗ് ആണെങ്കിലും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്യും, പ്രശ്നമൊന്നുമില്ല, വോളിയൂംസ് ഒക്കെ ഡിഫൈൻ ചെയ്യും. പക്ഷേ നമ്മുടെ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസിലേക്ക് വരുന്ന സമയത്ത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഗ്രോയിങ് പ്ലാറ്റ്ഫോം ഇ-കൊമേഴ്സ് സൈറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ എല്ലാ റിക്വയർമെന്റ്സും ഒരു ഡോക്കർ കമ്പോസിന് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന്റെ ഒന്നാമത്തെ ഒരു ക്യൂബർനെറ്റിസിന്റെ അഡ്വാൻറ്റേജ് അതിന്റെ ഓട്ടോമാറ്റിക് സ്കെയിലിങ്ങും സെൽഫ് ഹീലിംഗും ആണ്. അതായത്
എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് തന്നെ റോൾ ബാക്ക് ചെയ്യാനും അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ ഒക്കെ അത് ഈസിയാണ്. ഡോക്കർ കമ്പോസിലേക്ക് വരുന്ന സമയത്ത് ഇതിനെല്ലാം ഒരു മാനുവൽ ഇന്റർവെൻഷൻ വേണം. ഇപ്പൊ സ്കെയിലിങ്ങിനാണെങ്കിലും റിക്കവറി പ്രോസസ്സിനാണെങ്കിലും. അതേപോലെ ഇപ്പം ഒരു ന്യൂവർ വേർഷനിലേക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റോളിംഗ് അപ്ഡേറ്റ്സിന് ഒരു സീറോ ഡൗൺ ടൈം ആയിരിക്കും ക്യൂബർനെറ്റ്സിനുള്ളത്. അതുപോലെ ഒരു കറന്റ് വേർഷനിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് റിവേർട്ട് ചെയ്യാനും സെയിം തന്നെ. പക്ഷെ ഡോക്കർ കമ്പോസിന് ഒരു ബേസിക് അപ്ഡേറ്റ് ക്യാപ്പബിലിറ്റീസേ ഉള്ളൂ. സോ കൂടുതൽ ഒരു ഡൗൺ ടൈം കൂടുതലായിരിക്കും. ഇതുപോലെ സീറോ ഡൗൺ ടൈമിൽ ഒരു അപ്ഡേഷൻ പോസിബിൾ അല്ല. പിന്നെ ഒരു ഇൻകമിംഗ് ട്രാഫിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ ക്യൂബർനെറ്റ്സിന് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഡോക്കർ കമ്പോസിന് ആ ഒരു ലോഡിംഗ് ബാലൻസിങ് ക്യാപ്പബിലിറ്റി ബിൽറ്റ് ഇൻ ക്യാപ്പബിലിറ്റി ഇല്ല. ഇതൊക്കെ കൊണ്ടാണ് വെരി ഫ്യൂ കണ്ടെയ്നേഴ്സ് ഉള്ള ഒരു സിംഗിൾ മെഷീനിൽ അല്ലെങ്കിൽ ഒരു സ്മോൾ പ്രൊഡക്ഷൻ റെഡി ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിരിക്കും ഡോക്കർ കമ്പോസ് തന്നെ ചൂസ് ചെയ്താൽ മതി, ക്യൂബർനെറ്റീസിലേക്ക് വരണ്ട. പക്ഷേ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസിൽ ഞാൻ ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് ക്യൂബർനെറ്റീസ് ഈ വലിയ വലിയ കമ്പനീസ് ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ചൂസ് ചെയ്യുന്നത് ട്ടോ. സോറി, ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസ് ഉണ്ടായിരുന്നു. നമ്മൾ ഡോക്കറിന്റെ കേസ് പറഞ്ഞ പോലെ ഇതും ഡെവലപ്പ് ചെയ്തത് ഗൂഗിൾ തന്നെയാണ്. ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്നത് CNCNF ആണ്, ക്ലൗഡ് നേറ്റീവ് കമ്പ്യൂട്ടിംഗ് ഫൗണ്ടേഷൻ ആണ് ഇപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ടെക്നിക്കൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നിങ്ങളുടെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ലാസ്റ്റ് ഡോക്കർ കമ്പോസിന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം കുറച്ച് ഒരു 100 പേര് പോലും അത് കണ്ടിട്ടില്ല വീഡിയോസ്. ആക്ച്വലി നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ ഡോക്കറിന്റെ ഒരു കമന്റ് സെക്ഷനിൽ ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഈ ഒരു കണ്ടെയ്നറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഭയങ്കര റെസ്പോൺസ് കുറവായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു മടി തോന്നുന്നത്. അതേപോലെ നെക്സ്റ്റ് ഡേയ്സിന്റെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാഷിംഗ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടും അതിനും വ്യൂസ് ആണെങ്കിലും കമന്റ്സ് ആണെങ്കിലും ഒക്കെ കുറവാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് വീഡിയോന്റെ അണ്ടറിൽ കൊടുക്കുക കേട്ടോ. വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ടല്ലേ ഞാനും ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഡെഫിനറ്റ് ആയിട്ടും അതൊരു യൂസ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക്